നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇന്ത്യയിലെ ഒരു പ്രമുഖ പമ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഏതാണ്ട് 150ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടത്തുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, അത് ബിടെക്, ഡിപ്ലോമ, ITI, അത് കോർ ബ്രാഞ്ച് കഴിഞ്ഞവർക്ക്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇങ്ങനെയുള്ള കോർ ബ്രാഞ്ച് കഴിഞ്ഞവർക്കാണ് അവസരം. മാർക്ക് ക്രൈറ്റീരിയ ഇല്ല, അരിയർ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യാൻ കഴിയണം എന്ന് മാത്രം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അരിയർ ഉള്ളവർക്കുള്ള മറ്റൊരു അവസരം, ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക്, അത് കംപ്ലീറ്റ് ചെയ്താൽ മതി, അരിയർ ഉണ്ടെങ്കിലും പ്രശ്നമല്ല, അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെയുള്ള ഒരു മികച്ച തൊഴിൽ അവസരം ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതും ഇന്ത്യയിലെ ടോപ്പ് ഇ-കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസരം. ഇതൊന്നും കൂടാതെ ബികോം, എംകോംകാർക്കൊക്കെയുള്ള ചില അവസരങ്ങൾ. അതല്ലെങ്കിൽ 2022 ബാച്ചുകാരെ ടോഷിബയുടെ ഒരു റിക്രൂട്ട്മെന്റ്, ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് JobsBrij.com എന്ന നമ്മുടെ സൈറ്റും സന്ദർശിക്കാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഉപരിപഠനം, ഹയർ സ്റ്റഡീസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഡിഗ്രി കഴിഞ്ഞ MBA പോലെയുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് BSc നഴ്സിംഗ്, BCA അല്ലെ BBA ഇങ്ങനെയുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ ഈ പുതുതലമുറ കോഴ്സുകളുണ്ട്, ഫാഷൻ ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ കേരളത്തിന് വെളിയിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ കരിയർ ഗൈഡൻസ് എജു റൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ മേഖലയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്താം, അതിന് സഹായകരമായ കാര്യങ്ങളൊക്കെ ഇവര് വിശദമാക്കി തരും. ഇത് സൗജന്യമാണ്. ഓർക്കുക, ഈ കേരളത്തിനൊക്കെ വെളിയിൽ പഠിച്ചാൽ ഒത്തിരി എക്സ്പോഷർ ലഭിക്കും. ഒരുപക്ഷെ കേരളത്തെക്കാൾ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നമ്പർ അവിടെ നൽകിയിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യത്തെ അവസരം കോയമ്പത്തൂരുള്ള ഇന്ത്യയിലെ ഒരു നമ്പർ 1 പമ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്കാണ്. ഏതാണ്ട് 50ഓളം കൊല്ലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ഏതാണ്ട് 150ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടത്തുന്നുണ്ട്. ബിടെക്, ഡിപ്ലോമ, ITIക്കാർ, കോർ എഞ്ചിനീയറിംഗ് മേഖലകളിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ബിടെക്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ മേഖലയിൽ നിന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഡിപ്ലോമയും ഒക്കെ ഈ കോഴ്സ് കഴിഞ്ഞവർക്ക്, ITI, ഇലക്ട്രിക്കല്, ഫിറ്റേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. എല്ലാ ബ്രാഞ്ചുകാർക്കും അപേക്ഷിക്കാം. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ്, IT ഒഴിച്ചിട്ട് ഈ മേഖലയിൽ താല്പര്യം കാണണം എന്ന് മാത്രം. മാർക്ക് പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമല്ല. ഈവൻ അരിയർ ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വമ്പൻ റിക്രൂട്ട്മെന്റ് റിക്വയർമെന്റ് ആണ് ഇവർക്ക് ഉള്ളത്. ഇതിന്റെ ശമ്പളം ഇവർ സൂചിപ്പിക്കുന്നത് ബിടെക്കുകാർക്ക് ഏതാണ്ട് 18,000 പ്ലസ് മറ്റ് ബെനിഫിറ്റ്സ്, ഈ സബ്സിഡൈസ് ഫുഡ് ഉൾപ്പെടെയുള്ള ബെനിഫിറ്റ്സ് ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഡിപ്ലോമക്കാർക്ക് 16,500, 16,500 പ്ലസ് ബെനിഫിറ്റ്സ് എന്നും, ITIക്കാർക്കൊക്കെ ഒരു 15,000 അറൗണ്ട് പ്ലസ് ബെനിഫിറ്റ്സും ലഭ്യമാകും എന്നാണ് അറിയിക്കുന്നത്. R&D, അസംബ്ലി ലൈന്, മെഷീൻ ഷോപ്പ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇവിടെ റിക്വയർമെന്റ് ഉണ്ട്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, കോയമ്പത്തൂർ ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, പരീക്ഷയൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഫ്രഷേഴ്സിനും ഒരു 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമായിരിക്കും അവസരമുള്ളത്. അപ്പം താല്പര്യമുള്ളവർക്ക് JobsBrij.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് ഈ പമ്പ് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. എഞ്ചിനീയറിംഗ് എന്ന കാറ്റഗറിയിലായിരിക്കും ഈ അവസരങ്ങൾ ലഭ്യമാവുക. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. ഓർക്കുക, ഇതൊരു സൗജന്യമായ റിക്രൂട്ട്മെന്റ് ആണ്. ഇത് മാത്രമല്ല, ഈ ചാനലിൽ പറയുന്ന എല്ലാ റിക്രൂട്ട്മെന്റുകളും സൗജന്യമാണ്. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ അത് ഒരു പ്രോപ്പർ ആയിരിക്കില്ല, ഫേക്ക് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഒന്ന് സൂചിപ്പിക്കാം. ഈ ചാനൽ, കരിയർ പാത്വേ എന്നുള്ള ഈ ചാനൽ, ഇതുകൂടാതെ നമ്മുടെ JobsBrij എന്ന ജോബ് പോർട്ടൽ, അതല്ലെങ്കിൽ ബ്രിജേഷ് അക്കാഡമി എന്ന സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നടക്കുന്നത് 2-ാം തീയതി ജൂണിൽ കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ചിട്ടാണ്. 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട്
താല്പര്യമുള്ളവർക്ക് വോക്ക് ഇൻ ചെയ്യാവുന്നതാണ്. ഏതാണ്ട് 6ഓളം വിവിധ തസ്തികളിൽ ഒഴിവുകളുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതേപോലെ വീഡിയോഗ്രാഫർ കം എഡിറ്റർ, വീഡിയോഗ്രാഫിയും അതേപോലെ അത് എഡിറ്റ് ചെയ്യാനായിട്ടുമുള്ള അറിവുള്ളവരായിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്, അതേപോലെ കണ്ടന്റ് റൈറ്റർ, HR എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള തസ്തികളിലാണ് ഒഴിവുകൾ ഉള്ളത്. അവർക്ക് ഈ മേഖലകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും പ്രിഫർ ചെയ്യുക. അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ സ്കിൽ അനുസരിച്ച് മികച്ച ശമ്പളം പ്രതീക്ഷിക്കാം. ഇനി ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ട്രെയിനി തസ്തികളിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓർക്കുക, ഇതിൽ ചില തസ്തികളിൽ പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാം. ഉദാഹരണത്തിന് ഈ വീഡിയോഗ്രാഫർ, വീഡിയോ എഡിറ്റർ, അതേപോലെ കണ്ടന്റ് റൈറ്റർ, ഇങ്ങനെയൊക്കെയുള്ള തസ്തികളിലേക്ക് പാർട്ട് ടൈം ആയിട്ടും നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള അല്ലെ കോട്ടയത്ത് എത്താൻ പറ്റുന്നവർക്ക് മാത്രമായിരിക്കും പ്രിഫറൻസ് നൽകുക. വർക്ക് ലൊക്കേഷൻ കോട്ടയം ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. എല്ലാ തസ്തികളിലേക്കും മികച്ച MS ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ് നന്നായിട്ട് അറിയാവുന്നവർ അപ്ലൈ ചെയ്താൽ മതിയാകും. അതേപോലെ ഓൺലൈനിലൊക്കെയുള്ള ടൂളുകൾ, ഗൂഗിളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പൊ താല്പര്യമുള്ളവർക്ക് വ്യാഴാഴ്ച 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാവുന്നതാണ്. അതിന് മുമ്പായിട്ട് ഈ എംപ്ലോയബിലിറ്റി സെന്ററുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം വോക്ക് ഇൻ ചെയ്യുവാനായിട്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എംപ്ലോയബിലിറ്റി സെന്ററുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, നമ്മളുടെ ടീം ക്വാളിഫിക്കേഷനേക്കാൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും സ്കിൽസിനുമായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മികച്ച വേതനം ലഭ്യമാകും. ട്രെയിനീസ് എന്ന തസ്തികയിലേക്കൊക്കെ സ്റ്റൈഫൻഡ് ആയിരിക്കും ലഭ്യമാവുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇന്ത്യയിലെ ടോപ്പ് ഇ-കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു മികച്ച ജോലി അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഡിഗ്രി ഒന്നും പാസ് ഔട്ട് ആയില്ലെങ്കിൽ പോലും അപേക്ഷിക്കാവുന്ന അവസരമാണ്. ടെലി പെർഫോമൻസ് എന്ന കമ്പനി ഈ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് ഫ്ലിപ്കാർട്ടിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഓർക്കുക, ഫ്ലിപ്കാർട്ടിന്റെ റോളിലായിരിക്കില്ല, മറിച്ച് ടെലി പെർഫോമൻസിന്റെ റോളിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നാൽ ഫ്ലിപ്കാർട്ടിന്റെ കസ്റ്റമർ ക്വറീസ് സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ജോലി. ഒരു മലയാളത്തിലെ വോയിസ് പ്രോസസ്സിലൂടെയായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരിക. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു കമ്പ്യൂട്ടർ കാണണം, മികച്ച ഇന്റർനെറ്റ് കണക്ഷൻ കാണണം, വെബ് ക്യാം കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. എന്നാൽ ജോലി കിട്ടിയതിനു ശേഷം ഇത് ഉടൻ തന്നെ ഇതൊക്കെ സ്വായത്തമാക്കി ജോലി തുടങ്ങുവാൻ കഴിവുള്ളവരായിരിക്കണം. അപ്പം നന്നായിട്ട് മലയാളം ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഇവർ സൂചിപ്പിക്കുന്ന ഡിഗ്രി പാസ് ഔട്ട് ആകണമെന്നില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക്, അവരെ അരിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാർക്ക് ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇപ്പൊ കോക്കോ ക്ലൗഡ് എന്ന കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് JobsBrij.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് ടെലി പെർഫോമൻസ് അല്ലെ ഫ്ലിപ്കാർട്ട് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പ്രതിപാദിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കുക. 2022 ബാച്ചുകാർക്ക് കിടിലൻ ശമ്പളം കിട്ടുന്ന ഒരു കിടിലൻ കമ്പനിയിലെ ഒരു തൊഴിലവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ടോഷിബ സോഫ്റ്റ്വെയർ, ടോഷിബ എന്ന് പറഞ്ഞ കമ്പനി നമുക്കറിയാം അല്ലെ. ഇവരുടെ സോഫ്റ്റ്വെയർ ഡിവിഷൻ TSIP എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ട്രെയിനി എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് ബാംഗ്ലൂരിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. 2022 ഇപ്പൊ പാസ് ഔട്ട് ആകാൻ പോകുന്ന BTech ME MTechകാർക്കായിരിക്കും അവസരം. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും. 70% ത്രൂ ഔട്ട്, അതായത് 10th ഓൺവേർഡ്സ് 70% മാർക്ക് അല്ലെങ്കിൽ 70% മാർക്സ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. BTechകാർക്ക് 6.5 LPA, 6.5 ലക്ഷമായിരിക്കും പ്രതിവർഷ ശമ്പളം. ME MTechകാർക്ക് 7 ലക്ഷം പ്രതിവർഷ ശമ്പളം പ്രതീക്ഷിക്കാം. 3 ഇയർ ബോണ്ട് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ അറിവുള്ള C++ പ്രോഗ്രാമിംഗ് നോളജ് ഉള്ള ലിനക്സ് ഒക്കെ ബേസിക് ഒരു ഐഡിയ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈനിലൂടെ ആയിരിക്കും പ്രോസസ്സ്. അതൊരു ടെക്നിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് വെർച്വൽ ആയിട്ടുള്ള ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുക. അവർക്ക് 30 ജൂണിനകം അപേക്ഷിക്കാനായിട്ട് കഴിയും. താല്പര്യമുള്ളവർക്ക് JobsBrij എന്ന സൈറ്റിൽ പോയിട്ട് ടോഷിബ എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അല്ലെങ്കിൽ IT കാറ്റഗറിയിൽ ഈ അവസരം ലഭ്യമാണ്. ഇതൊന്നും അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. കോട്ടയത്തുള്ള ഒരു പ്രമുഖ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഓഡിറ്റ് അസിസ്റ്റൻസ് എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. BCom അല്ലെങ്കിൽ MCom കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ CA ഇന്റർ കഴിഞ്ഞവർക്കും അവസരങ്ങളുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇവർ കൺസിഡർ ചെയ്യുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 2 ഇയർ എങ്കിലും അക്കൗണ്ട്സ് ഓഡിറ്റ് മേഖലകളിൽ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, പ്രത്യേകിച്ച് ഈ ടാലി പോലെയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ
നല്ല നോളജ് കാണണം, വെൽവേഴ്സ്ഡ് ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എലിജിബിൾ ആയിട്ടുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. ഓർക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യം എന്ന് തോന്നിയ ഒരു 5 അവസരങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതാത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപേക്ഷിക്കുക. ഓർക്കുക, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ഒന്നും ആർക്കും പണമൊന്നും നൽകേണ്ടതായിട്ടില്ല. അതേപോലെ ഈ പ്രൈവറ്റ് കമ്പനികൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അപേക്ഷിക്കുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ വിളിക്കത്തില്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും വിളിക്കുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ JobsBrij.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാൻ മറക്കല്ലേ. നമ്മുടെ വാട്സാപ്പ്, ടെലഗ്രാം, ജോബ്സ് ഗ്രൂപ്പിലൊക്കെ ജോലി തേടുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.